അപ്പോൾ നമുക്കെന്ത് ജെറേനിയത്തെ പരിചയപ്പെടാം. ഞാൻ മറയൂരിനാണ് കേട്ടോ ഈ ചെടി ആദ്യമായിട്ട് കാണുന്നത്. കുലയായിട്ടാണ് ഇത് പൂവിടുന്നത്. സാധാരണ 5 ഇതളാണ് ഒരു പൂവിലുള്ളത്, പക്ഷേ ഡബിൾ പെറ്റൽസ് ഉള്ള ചെടികളും ഉണ്ട്. ഒത്തിരി വെറൈറ്റി കളറുകൾ ഈ ചെടിക്കുണ്ട് കേട്ടോ. സാധാരണ കണ്ടിട്ടുള്ളത് പിങ്ക്, ഡാർക്ക് റെഡ്, പർപ്പിൾ, വൈറ്റ്, പിന്നെ ഓറഞ്ച് കളറും കാണാൻ ഇത്ര ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഈ ചെടി നമ്മുടെ ഗാർഡനിൽ പിടിച്ചു കിട്ടാനാണ് ഏറ്റവും കമ്പ് പിടിച്ചു നട്ടാണ് ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ വരുന്നത്. ഇതിൻ്റെ തണ്ടിന് വളരെയധികം ജലാംശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ വെച്ച് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് പരിചരിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെടിക്ക് ഒരുപാട് നനയുടെ ആവശ്യമില്ല. മാക്സിമം ഒരു 4 to 6 hours ഒന്ന് സൺലൈറ്റ് നല്ലപോലെ കിട്ടുകയും ചെയ്യും. ഈ ചെടി നടുമ്പോൾ നമ്മൾ നല്ലപോലെ വേരോട്ടം കിട്ടാനായിട്ട് ലൂസായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഞാൻ 1 മാസം മുന്നേ തണ്ട് മുറിച്ച് നട്ടതാണ്. അതിൽ കുറേയൊക്കെ ചീഞ്ഞു പോയി, കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന തളർപ്പൊക്കെ നല്ലപോലെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ ചെടി കുറച്ചുകൂടി ബുഷിയായിട്ട് വളരാനും സഹായിക്കും. പ്ലാന്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് തോന്നും, പക്ഷെ അത് സൂക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോഴായിരിക്കും അറിയാം അത് ചീഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഈ പ്ലാന്റ് തന്നെയുണ്ട്, ഇതിൻ്റെ ആ താഴത്തോട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള പോർഷനിലൊന്നുമില്ല, ചീഞ്ഞിരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് എത്രയൊക്കെ കെയർ ചെയ്താലും ഇത് പിടിച്ച് കിട്ടിയത് മഹാഭാഗ്യം തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ആ കൈ വെച്ചതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു, പക്ഷെ അതും ചീഞ്ഞിട്ടുള്ള കമ്പ് തന്നെയാണ് ഞാൻ. അതുകൊണ്ടത് ഉപേക്ഷിക്കുക ചെയ്തു, വേറെ വഴിയില്ല. എപ്പോഴും നടുമ്പോൾ നമ്മൾ നല്ല ഇളം തണ്ടുകൾ നടുന്നതായിരിക്കും നല്ലത്. കട്ടി കൂടി അല്ലെങ്കിൽ മൂത്തിട്ടുള്ള തണ്ട് നടുമ്പോൾ അതിൽ ജലാംശം കുറച്ചുകൂടി കൂടുതലായിരിക്കും, അതൊരു തണ്ട് ഹോളോ ആയിരിക്കും. അപ്പോൾ നമുക്കത് പിടിച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗാർഡൻ ഭംഗി കൂടുന്നുണ്ടെങ്കിൽ ഈ ചെടി നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പോട്ടിംഗ് മിക്സ്ഡ് എടുക്കുമ്പം ഞാനിതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തത് മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ്, പിന്നെ വളരെ കുറച്ച് മാത്രം മണ്ണ്, പിന്നെ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. വെള്ളം വളരെ കുറച്ച് മാത്രം മതി ചെടിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം തങ്ങി നിൽക്കാതെ പുറത്ത് പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നല്ലപോലെ ഡ്രെയിനേജ് ഇട്ടിരിക്കണം. ഈ പ്ലാന്റ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 1 മാസത്തിന് മേലെയായി. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ഇതോടെ തന്നെ മുട്ടിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മറയൂർ, മൂന്നാർ ഭാഗങ്ങളിലാണ് ഈ ചെടി അധികമായിട്ടും കണ്ടിട്ടുള്ളത്. നാട്ടിൽ നേഴ്സറികളൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ 2-3 പേജുകളിൽ റീസെൻ്റായിട്ട് ഈ ചെടി കോംബോ ഓഫറിൽ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കമ്പ് മുളപ്പിക്കാൻ നട്ടതിൽ എത്ര കളർ പിടിച്ചിട്ടുണ്ടെന്നോ ഏതൊക്കെ കളർ പിടിച്ചെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മുന്നത്തെ ഷോട്ടിലുണ്ടായിരുന്ന റെഡ് കളറും പിന്നെ ഈ പിങ്കൊക്കെ ഡബിൾ പെറ്റൽസ് വരുന്ന ടൈപ്പാണ്. പിന്നെ ഇതിൽ തന്നെ സിംഗിൾ പെറ്റൽ വന്നിട്ട് 5 കളറുള്ള ടൈപ്പുണ്ട്. പിന്നെ ചെറിയ വൈറ്റ് മാർക്കിങ്സ് ഉള്ള വെറൈറ്റി ഉണ്ട്. അപ്പോൾ ജെറേനിയത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വിശേഷം അറിയാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.